ശ്രീമദ് ഭാഗവത കഥാമൃതം നിത്യപാരായണം 44-ാം ദിവസം. മൈത്രേയൻ തുടർന്ന് സൃഷ്ടികർത്താവായ ബ്രഹ്മാവ് തൻ്റെ സൃഷ്ടികൾ തുടർന്നുകൊണ്ടേയിരുന്നു. നാനാതരത്തിലുള്ള സൃഷ്ടിയുടെ തുടക്കത്തിൽ തന്നെ നാനാത്വത്തിൻ്റെ കാരണമായ ഇരുട്ടിൻ്റെ തത്വങ്ങളെ ഉണ്ടാക്കി. ആത്മാവിനെക്കുറിച്ചുള്ള അജ്ഞാനം, ശരീരത്തോടുള്ള താതാത്മ്യഭാവം, സുഖാസക്തി, കോപം, മൃത്യുഭയം എന്നിവയെല്ലാം ഇരുട്ടിൻ്റെ തത്വങ്ങളത്രേ. ഈ സൃഷ്ടിയിൽ തൃപ്തി പോരാഞ്ഞ് ബ്രഹ്മാവ് 4 മാനസപുത്രന്മാരെ സൃഷ്ടിച്ചു. സനകാദികൾ സൃഷ്ടികർമ്മം തുടരുമെന്ന് പ്രത്യാശിച്ചെങ്കിലും അവരതിന് തയ്യാറാകാതെ തപസ്സനായി പുറപ്പെട്ടു. ബ്രഹ്മാവ് കോപമടക്കിയെങ്കിലും കൺപീലികൾക്ക് നടുവിൽ നിന്നും ഒരു ബാലനായി ആ കോപം പുറത്തു വന്നു. ബാലൻ വിളിച്ചു ചോദിച്ചു, എൻ്റെ പേരെന്ത്? എൻ്റെ ആസ്ഥാനങ്ങൾ ഏതൊക്കെ? ബ്രഹ്മാവ് കുട്ടിക്ക് രുദ്രൻ എന്ന് പേരിട്ടു. ആസ്ഥാനങ്ങളായി ഹൃദയം, ഇന്ദ്രിയങ്ങൾ, പ്രാണവായു, പഞ്ചഭൂതങ്ങൾ, തപസ് തുടങ്ങിയവയും കൂട്ടിനായി രുദ്രാണിയെയും സൃഷ്ടിച്ചു. രുദ്രൻ സ്വയം സൃഷ്ടി തുടങ്ങി അനേകം ദുഷ്പ്രഭൃതികളെ ഉണ്ടാക്കി. ബ്രഹ്മാവ് രുദ്രനെ തടഞ്ഞ് തപസ്സിനായി പറഞ്ഞയച്ചു. പിന്നീട് ബ്രഹ്മാവ് 10 ഋഷിമാരെ തൻ്റെ തന്നെ പല അവയവങ്ങളിൽ നിന്നായി ജനിപ്പിച്ചു. മടിത്തട്ടിൽ നിന്നും നാരദൻ, തള്ളവിരിൽ നിന്നും ദക്ഷൻ, ശ്വാസത്തിൽ നിന്നും വസിഷ്ഠൻ, ത്വക്കിൽ നിന്നും ഭൃഗു, കൈകളിൽ നിന്നും കൃതു, നാഭിയിൽ നിന്നും പുലഹൻ, ചെവികളിൽ നിന്നും പുൽസ്ത്യൻ, വായിൽ നിന്നും അങ്കിരസ്, കണ്ണുകളിൽ നിന്നും അത്രി, മനസ്സിൽ നിന്നും മരീചി, വലതുമാറിടത്തിൽ നിന്നും ധർമ്മം, പുറത്തു നിന്നും അധർമ്മം എന്നിവ ഉണ്ടായി. ഹൃദയത്തിൽ നിന്ന് സ്നേഹത്തിൻ്റെ ദേവതയും കൺപുരികങ്ങളിൽ നിന്നും ദേഷ്യത്തിൻ്റെ ദേവനും, അത്യാഗ്രഹം താഴത്തെ ചുണ്ടിൽ നിന്നും, വായിൽ നിന്നും ഉണ്ടായി. സൃഷ്ടാവിന് വാക്കിൽ അഭിനിവേശമുണ്ടായി. ബ്രഹ്മകുമാരന്മാർ ഭഗവാനെ പ്രാർത്ഥിച്ചു. വിശ്വം നിറഞ്ഞു നിൽക്കുന്ന സർവേശ്വരന്, സൃഷ്ടിയിലും പ്രളയത്തിലും വിശ്വത്തിനാധാരമായ ജഗദീശന് നമോവാകം. നിന്തിരുവടി ധർമ്മം രക്ഷിക്കട്ടെ. ബ്രഹ്മാവ് സ്വയം ദേഹം വെടിഞ്ഞ് ഇരുണ്ട മേഘങ്ങളായി ആകാശത്തിൽ ഒഴുകി നടന്നു. അവിടുത്തെ 4 മുഖങ്ങളിൽ നിന്ന് 4 വേദങ്ങൾ, ധർമ്മത്തെ പ്രതിപാദിക്കുന്ന 4 പുരാണേതിഹാസങ്ങൾ, 4 ശാസ്ത്രങ്ങൾ, യുദ്ധം, വൈദ്യം, സംഗീതം, വാസ്തുവിദ്യ, ധർമ്മത്തിൻ്റെ 4 നെടുന്തൂണുകൾ, ജ്ഞാനം, ദയ, തപസ്, സത്യം എന്നിവയുണ്ടായി. 4 ജീവൽഘട്ടങ്ങൾ, ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം, 4 ദിവ്യസങ്കല്പനങ്ങൾ, രാഗങ്ങൾ എന്നിവയുണ്ടായി. ബ്രഹ്മാവിൽ നിന്ന് തന്നെ സംഗീതവും അക്ഷരവും ഉണ്ടായി. എന്നിട്ടും തൻ്റെ സൃഷ്ടികൾ വർദ്ധിക്കുന്നില്ലെന്ന് കണ്ട് ബ്രഹ്മദേവൻ സ്വയം 2ആയി തീർന്നു. സ്ത്രീയും പുരുഷനും, സ്വയംഭൂവായ മനവും ശതരൂപയും. അതുമുതൽ സംയോഗം കൊണ്ട് പ്രജകളുണ്ടായി തുടങ്ങി. അവർക്ക് പ്രിയവ്രതൻ, ഉത്താനപാതൻ എന്നീ 2 പുത്രന്മാരും ആകുതി, ദേവഹൂതി, പ്രസൂതി എന്നീ 3 പുത്രിമാരും ഉണ്ടായി. ഈ പുത്രിമാരാണ് ലോകത്തിന് പ്രജകളെ ഉണ്ടാക്കി കൊടുത്തത്. ശ്രീമദ് ഭാഗവത കഥാമൃതം നിത്യപാരായണം 44-ാം ദിവസം സമാപ്തം.